2024 ഒക്ടോബർ മാസത്തിലെ വേൾഡും സ്പോർട്സും ആയിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ 2024 ഒക്ടോബറിലെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫെയറും പിന്നെ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ രണ്ടെണ്ണത്തിൻ്റെ ലിങ്ക്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒക്ടോബർ മാസത്തിലെ വേൾഡുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം നൽകണമെന്ന് ആവർത്തിച്ച് റഷ്യ. അപ്പോൾ ഇപ്പോൾ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വമില്ല, പക്ഷേ ഇന്ത്യക്കും കൂടി സ്ഥിരാംഗത്വം നൽകണമെന്ന് ആരാ ആവശ്യപ്പെട്ടത്? റഷ്യ. ഇന്ത്യക്ക് സ്ഥിരാംഗത്വം നൽകണമെന്ന് ചൈന ഒഴികെയുള്ള ബാക്കി എല്ലാ രക്ഷാസമിതി അംഗങ്ങളും ആവശ്യപ്പെടുന്നു. ചൈനയ്ക്ക് മാത്രമാണ് ഇന്ത്യക്ക് ആ സ്ഥിരാംഗത്വം നൽകുന്നതിൽ എതിർപ്പുള്ളത്, ബാക്കി എല്ലാ അംഗങ്ങളും അത് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ, ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വമുള്ള എത്ര രാജ്യങ്ങളുണ്ട്? ഇപ്പോൾ സ്ഥിരാംഗത്വമുള്ള 5 രാജ്യങ്ങളാണുള്ളത്. ആരൊക്കെയെന്നറിയാമോ? ഇപ്പോൾ നമ്മൾ 2 പേര് പറഞ്ഞു, ചൈന, റഷ്യ, പിന്നെ ഫ്രാൻസ്, പിന്നെ UK യുണൈറ്റഡ് കിങ്ഡം, പിന്നെ USA യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇങ്ങനെ അത്ര 5 രാജ്യങ്ങളാണ് ആ സ്ഥിരാംഗത്വം ഉള്ളത്. ഏതിൽ? ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ. അതിൽ ചൈന ഒഴികെയുള്ള ബാക്കി എല്ലാ അംഗരാജ്യങ്ങളും ആരൊക്കെയാണ്? USA, UK, ഫ്രാൻസ്, റഷ്യ. എല്ലാവരും എന്താണ് ഇന്ത്യക്ക് സ്ഥിരാംഗത്വം നൽകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ചൈന എന്ത് ചെയ്യുന്നു? അതിനെ എതിർക്കുന്നു. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒന്നായ മലേഷ്യയിലെ ഷാ ആലം സ്റ്റേഡിയം പൊളിച്ചു. ഏറെ വർഷത്തെ പഴക്കമുള്ളത് കൊണ്ട് സുരക്ഷാ ആശങ്കകൾ മുൻനിർത്തിക്കൊണ്ടാണ് പൊളിച്ചത്. അപ്പോൾ മലേഷ്യയിലെ ഷാ ആലം എന്ന് പറയുന്ന സ്റ്റേഡിയമാണ് പൊളിച്ചത്. ഷാ ആലം സ്റ്റേഡിയം മലേഷ്യയിലായിരുന്നു, അത് പൊളിച്ചു. ടുണീഷ്യയിൽ കൈസ് സൈദ് വീണ്ടും പ്രസിഡന്റ്. ടുണീഷ്യയിലെ പുതിയ പ്രസിഡന്റ് കൈസ് സൈദ്. പട്ടിണി കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിൽ ബെലാറസ് ആണ് ആദ്യം. പട്ടിണി ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ബെലാറസ് ആണ്. ഒക്ടോബർ 22 മുതൽ 24 വരെ റഷ്യയിലെ കസാനിലാണ് ബ്രിക്സ് ഉച്ചകോടി. അപ്പോൾ ബ്രിക്സ് ഉച്ചകോടി 2024 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ്? റഷ്യയിലാണ് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. എവിടെയാണ്? റഷ്യയിലെ കസാനിൽ. എവിടെയാണ്? കസാൻ. ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് റഷ്യയിലെ കസാനിലാണ്. കസാൻ 22 മുതൽ 24 വരെയാണ് കേട്ടോ, ഒക്ടോബർ. ആഫ്രിക്കൻ രാജ്യം മൊറോക്കോയുടെ തലസ്ഥാന നഗരമായ റബാത്ത് ഇനി ലോക പുസ്തക തലസ്ഥാനം. അപ്പം മൊറോക്കോയുടെ തലസ്ഥാന നഗരമാണ് റബാത്ത്, അതാണ് ആ ലോക പുസ്തക തലസ്ഥാനം. 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് ആരാണ്? റബാത്ത്. ലോക പുസ്തക തലസ്ഥാനം റബാത്താണ്, മൊറോക്കോയുടെ തലസ്ഥാനമാണ് റബാത്ത്. അപ്പോൾ 2026 ലോക പുസ്തക തലസ്ഥാനം ഏതാണ്? റബാത്ത് എന്ന് പറയുന്നത് മൊറോക്കോയുടെ തലസ്ഥാനമാണ്. ആഫ്രിക്കൻ രാജ്യമാണ് മൊറോക്കോ. പിന്നെ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ്? കസാൻ. റഷ്യയിലെ കസാനിലാണ് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. അപ്പോൾ 2024 ബ്രിക്സ് ഉച്ചകോടി നടന്നത് റഷ്യയിലാണ്. ഉച്ചകോടി നടക്കുന്നത് റഷ്യയിലാണ്. ഒക്ടോബർ 22 മുതൽ 24 വരെയാണ് ഉച്ചകോടി നടക്കുന്നത്. ഇനി 2022 ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ് വെച്ചാൽ നടന്നത്? ചൈനയിൽ വെച്ചിട്ടാണ് നടന്നത്. 22, 23 സൗത്ത് ആഫ്രിക്കയിൽ, 24 റഷ്യയിൽ. മനസ്സിലായല്ലോ? 22 ചൈന, 23 സൗത്ത് ആഫ്രിക്ക, 24 റഷ്യയിൽ കസാനിലാണ് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. എവറസ്റ്റിന് വർഷം തോറും 2 മില്ലിമീറ്റർ പൊക്കം കൂടുന്നു എന്ന് ഗവേഷകർ. ഓരോ വർഷം തോറും 2 മില്ലിമീറ്റർ വീതം എവറസ്റ്റിന് പൊക്കം കൂടുന്നു. ചൈന നേപ്പാൾ അതിർത്തിയിലെ എവറസ്റ്റിനെ വളർത്തുന്നത് ടിബറ്റിൽ നിന്ന് നേപ്പാളിലേക്ക് ഒഴുകുന്ന അരുൺ നദി. ചൈന നേപ്പാൾ അതിർത്തിയിലാണ് എവറസ്റ്റ്. അതിൻ്റെ പൊക്കം കൂടുന്നതിന് കാരണം ടിബറ്റിൽ നിന്ന് നേപ്പാളിലേക്ക് ഒഴുകുന്ന അരുൺ നദി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അരുൺ നദി അപ്പോൾ എവിടെയാ? ടിബറ്റിൽ നിന്ന് നേപ്പാളിലേക്ക് ഒഴുകുന്ന ഒരു നദിയാണ് അരുൺ എന്ന് പറയുന്ന നദി. എവറസ്റ്റിനെ ഓരോ വർഷം തോറും 2 മില്ലിമീറ്റർ വെച്ചിട്ടാണ് പൊക്കം കൂടുന്നത്. ഇറാനെ അനുകൂലിച്ചു എന്ന കാരണത്താൽ UN സെക്രട്ടറി ജനറൽ അന്തോണിയോ ഗുട്ടറസിന് ഇസ്രായേലിൽ വിലക്ക്. ഇറാനെ അനുകൂലിച്ചു എന്ന കാരണത്താൽ UN സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസിലെ അദ്ദേഹത്തിന് ഇസ്രായേലിൽ വിലക്ക് പറഞ്ഞു. ബ്രിട്ടന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ദ്വീപ സമൂഹം ഷാഗോസ് ദ്വീപുകൾ ഇനി മൗറീഷ്യസിന്. ബ്രിട്ടന്റെ ഉടമസ്ഥതയിലായിരുന്ന ഷാഗോസ് എന്ന് പറഞ്ഞ ദ്വീപുകൾ മൗറീഷ്യസിന് കൊടുത്തു. ഡീഗോ ഗാർഷ്യ ദ്വീപ് US ബ്രിട്ടീഷ് നിയന്ത്രണത്തിൽ തുടരും. എന്നാൽ ഡീഗോ ഗാർഷ്യ എന്ന് പറഞ്ഞ വേറൊരു ദ്വീപുണ്ട്, അത് USന്റെയും ബ്രിട്ടന്റെയും നിയന്ത്രണത്തിൽ തുടരും. ബ്രിട്ടന്റെ മാത്രം ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഒരു ദ്വീപ സമൂഹമാണ് ഷാഗോസ് എന്ന് പറഞ്ഞ ദ്വീപ്, അത് മൗറീഷ്യസിന് കൊടുത്തു. മറഡോണയുടെ ഭൗതികാവശിഷ്ടങ്ങൾ ബ്യൂണസ് ഐറസിലുള്ള M10 മെമ്മോറിയൽ ശവകുടീരത്തിലേക്ക് മാറ്റാൻ അർജന്റീനയിലെ കോടതി ഉത്തരവിട്ടു. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും LC വെറും പ്രസിദ്ധീകരിച്ച 2024 ലോകത്തിലെ മികച്ച 2% ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ തുടർച്ചയായി 6ാം തവണ ഇടം നേടി ഡോക്ടർ CH സുരേഷ്. കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി, തിയററ്റിക്കൽ കെമിസ്ട്രി തുടങ്ങിയ മേഖലകളിൽ 250 പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു.
സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും പ്രസിദ്ധീകരിച്ച 2024 മികച്ച 2% ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ തുടർച്ചയായി 2%, ലോകത്തിലെ തന്നെ മികച്ച 2% ശാസ്ത്രജ്ഞരുടെ ഒരു പട്ടിക ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി. ആ പട്ടികയിൽ തുടർച്ചയായിട്ട് 6ാം തവണ ഇടം നേടിയ ഒരു വ്യക്തിയാണ് ഡോക്ടർ CH സുരേഷ്. മലയാളിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി, തിയററ്റിക്കൽ കെമിസ്ട്രി എന്നീ മേഖലകളിൽ 250ഓളം പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പാംപേ എന്ന പണമിടപാട് അവതരിപ്പിച്ച രാജ്യം ചൈനയാണ്. പാംപേ എന്ന് പറഞ്ഞാൽ പണമിടപാട് അവതരിപ്പിച്ച രാജ്യം ഏതാണ്? ചൈന. വൈദ്യശാസ്ത്ര നൊബേൽ 2024 വൈദ്യശാസ്ത്രത്തിൻ്റെ നൊബേൽ പ്രഖ്യാപിച്ചത് ഒക്ടോബർ മാസത്തിലാണ്. US ശാസ്ത്രജ്ഞരായ വിക്ടർ ആംബ്രോസ്, ഗാരി റൌക്കുൻ എന്നിവർക്കാണ് RNA പഠനത്തിനാണ് വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചത്. അപ്പോൾ US ശാസ്ത്രജ്ഞരായ വിക്ടർ ആംബ്രോസ്, ആരാണ്? വിക്ടർ ആംബ്രോസ്, ഗാരി റൌക്കുൻ, വിക്ടർ ആംബ്രോസ് എന്നിവർക്കാണ് മെഡിസിൻ്റെ നൊബേൽ പ്രൈസ് 2024 കിട്ടിയത്. ആരൊക്കെയാണ്? വിക്ടർ ആംബ്രോസ്, ഗാരി റൌക്കുൻ. RNA പഠനത്തിനാണ് ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ നൊബേൽ അവർക്ക് രണ്ടുപേർക്കും ലഭിച്ചത്. എന്താണ്? വിക്ടർ ആംബ്രോസ്, ഗാരി റൌക്കുൻ. 2024 ഭൗതികശാസ്ത്ര നൊബേൽ ബ്രിട്ടീഷ് കനേഡിയൻ സാങ്കേതിക വിദഗ്ധനായ ജെഫ്രി ഹിൻഡൻ, US ശാസ്ത്രജ്ഞനായ ജോൺ ഹോഫീൽഡിനും ഈ വർഷത്തെ ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചു. പുരസ്കാരം മെഷീൻ ലേണിംഗിൻ്റെ അടിസ്ഥാനമൊരുക്കിയ സംഭാവനകൾക്ക്. അപ്പോൾ ഭൗതികശാസ്ത്ര നൊബേൽ ലഭിച്ചത് ആർക്കൊക്കെയാണ്? ബ്രിട്ടീഷ് കനേഡിയൻ സാങ്കേതിക വിദഗ്ധനായ ജെഫ്രി ഹിൻഡൻ, US ശാസ്ത്രജ്ഞനായ ജോൺ ഹോഫീൽഡ്. അപ്പോൾ ആർക്കൊക്കെയാണ്? 2 പേർക്കാണ് ഭൗതികശാസ്ത്രത്തിൻ്റെ നൊബേൽ പ്രൈസ് ലഭിച്ചത്. ജെഫ്രി ഹിൻഡനും പിന്നെ ജോൺ ഹോഫീൽഡും ജെഫ്രി ഹിൻഡൻ, ജോൺ ഹോഫീൽഡ് ഇവർക്ക് ഭൗതികശാസ്ത്രത്തിൻ്റെ നൊബേൽ ലഭിച്ചു. പിന്നെ ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്? വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചത് ആംബ്രോസിനും ഗാരി റൌക്കുനും. ഗ്യാരിക്കും ആംബ്രോസിനും വൈദ്യശാസ്ത്രത്തിൻ്റെ നൊബേൽ ലഭിച്ചു. അപ്പോൾ ആംബ്രോസിനും ഗാരി റൌക്കുനും വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചു. കേട്ടല്ലോ? RNA പഠനത്തിനാണ് ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ നൊബേൽ ലഭിച്ചത്. വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചത് ആരൊക്കെയാണ്? ഗാരി റൌക്കുൻ, വിക്ടർ ആംബ്രോസ്. ഓക്കെ ആണല്ലോ? RNA പഠനത്തിനാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ നൊബേൽ ലഭിച്ചത്. ഇവർ രണ്ടൊരു US ആൾക്കാരാണ്. US ശാസ്ത്രജ്ഞനായ വിക്ടർ ആംബ്രോസ്, ഗാരി റൌക്കുൻ. ഇനി 2024 ഭൗതികശാസ്ത്രത്തിൻ്റെ നൊബേൽ ലഭിച്ചത് ബ്രിട്ടീഷ് കനേഡിയൻ വിദഗ്ധനായ ജെഫ്രി ഹിൻഡൻ ഒന്ന്. രണ്ടാമത്തത് US ശാസ്ത്രജ്ഞനായ ജോൺ ഹോഫീൽഡിന് പിന്നെ ജെഫ്രി ഹിൻഡനുമാണ് ഭൗതികശാസ്ത്രത്തിൻ്റെ നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഭൗതികശാസ്ത്രത്തിൻ്റെ നൊബേൽ പുരസ്കാരം ലഭിച്ചത് ജെഫ്രി ഹിൻഡനും ജോൺ ഹോഫീൽഡും ജെഫ്രി ഹിൻഡനും. മെഷീൻ ലേണിംഗിൻ്റെ അടിസ്ഥാനമൊരുക്കിയ സംഭാവനകൾക്കാണ് ജെഫ്രി ഹിൻഡനും ജോൺ ഹോഫീൽഡിനും പുരസ്കാരം ലഭിച്ചത്. ജെഫ്രി ഹിൻഡൻ, ജോൺ ഹോഫീൽഡ്. ഭൗതികശാസ്ത്രം ഇത് പഠിക്കണം കേട്ടോ, അതിനാണ് ഞാൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ബ്രിട്ടീഷ് കനേഡിയൻ സാങ്കേതിക വിദഗ്ധൻ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞനാണ് ജെഫ്രി ഹിൻഡൻ, ജോൺ ഹോഫീൽഡ്. 2024 രസതന്ത്രത്തിൻ്റെ നൊബേൽ കമ്പ്യൂട്ടിങ്ങിൻ്റെയും നിർമ്മിത ബുദ്ധിയുടെയും സഹായത്തോടെ പ്രോട്ടീനുകളുടെ രഹസ്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്ന 3 ശാസ്ത്രജ്ഞർക്ക് 2024 രസതന്ത്രത്തിൻ്റെ നൊബേൽ ലഭിച്ചു. സിയാറ്റിലിലെ യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടണിൽ ഗവേഷകനായ ഡേവിഡ് ബേക്കർ, ലണ്ടനിലെ ഗൂഗിൾ ഡീപ് മൈൻഡ്സിൽ പ്രവർത്തിക്കുന്ന ഡെമിസ് ഹസബിസ്, ജോൺ ജമ്പർ എന്നിവർക്കാണ് പുരസ്കാരം. അപ്പോൾ രസതന്ത്രത്തിൻ്റെ നൊബേൽ ലഭിച്ചത് ആർക്കൊക്കെയാണ്? 3 പേർക്കാണ് രസതന്ത്രത്തിൻ്റെ നൊബേൽ. നേരത്തെ നമ്മൾ പഠിച്ച മെഡിസിന് 2 പേർക്ക് കിട്ടി, ഭൗതികശാസ്ത്രം 2 പേർക്ക് കിട്ടി, രസതന്ത്രം 3 പേർക്കാണ് കിട്ടിയേക്കുന്നത്. ആർക്കൊക്കെയാണെന്നറിയോ? ഡേവിഡ് ബേക്കറിന് കിട്ടി, ഡെമിസ് ഹസബിസ്, പിന്നെ ജോൺ ജമ്പർ, ഡെമിസ് ഹസബിസ്, ഡേവിഡ് ബേക്കർ, പിന്നെ ഡെമിസ് ഹസബിസ്, ജോൺ ജമ്പർ, ഹസബിസ്, ജോൺ ജമ്പർ, ബേക്കർ ഇത്രയും പേർക്കാണ് രസതന്ത്രത്തിൻ്റെ നൊബേൽ പ്രൈസ് കിട്ടിയത് 2024. 700 വർഷത്തിനിടെ രസതന്ത്ര നൊബേൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ജോൺ ജമ്പർ. 39 വയസ്സുകാരനാണ് കേട്ടോ ജോൺ ജമ്പർ. 700 വർഷത്തിനിടെ നൊബേൽ പ്രൈസ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ജോൺ ജമ്പർ. ഇനി 2024
സാഹിത്യത്തിൻ്റെ നൊബേൽ ലഭിച്ചത് ദ വെജിറ്റേറിയൻ എന്ന നോവലിലൂടെ രാജ്യാന്തര ശ്രദ്ധ നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ഹാൻ കാങ്. ആരാണ്? ഹാൻ കാങ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോവലാണ് ദ വെജിറ്റേറിയൻ. ഈ അംഗീകാരം നേടുന്ന 18ാമത്തെ വനിതയാണ് ഹാൻ കാങ്. ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് ഈ നൊബേൽ പ്രൈസിൽ നേടുന്ന ആദ്യ വ്യക്തിയാണ് ആര്? ഹാൻ കാങ് എന്ന് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ദ വെജിറ്റേറിയൻ എന്ന് പറയുന്നത്. ഇനി ഈ സാഹിത്യ നൊബേൽ നേടുന്ന 18ാമത്തെ വനിതയാണ് ഹാൻ കാങ്. ഇനി സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ്. സമാധാനത്തിൻ്റെ നൊബേൽ പ്രൈസ് ലഭിച്ചത് ജാപ്പനീസ് സന്നദ്ധ സംഘടന നിഹോൻ ഹിഡാൻക്യോ. ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ സംഘടനയാണ് ഹിബാകുഷ എന്നറിയപ്പെടുന്ന ആ ഒരു സംഘടനയ്ക്കാണ് കിട്ടിയത്. ആ ഹിബാകുഷ എന്ന് പറയുന്നതും നിഹോൻ ഹിഡാൻക്യോ എന്ന് പറയുന്നത് ഒരൊറ്റ സംഘടനയാണ് കേട്ടോ. ആണവായുധ വിമുക്ത ലോകത്തിനായുള്ള പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. നിഹോൻ ഹിഡാൻക്യോ സഹാധ്യക്ഷൻ അണുബോംബ് ആക്രമണത്തെ അതിജീവിച്ച തോഷിയുഗി മിമഗി. നിഹോൻ ഹിഡാൻക്യോ എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ സഹാധ്യക്ഷൻ എന്ന് പറയുന്നത് അണുബോംബ് ആക്രമണത്തെ അതിജീവിച്ച ഒരു വ്യക്തിയാണ് തോഷിയുഗി മിമഗി. ഇനി സാമ്പത്തിക നൊബേൽ. അസമത്വം സംബന്ധിച്ച പഠനത്തിന്. കോളനിവൽക്കരണത്തിന് ശേഷം ലോകമെങ്ങും പ്രത്യേകിച്ച് ഏകാധിപത്യവും അഴിമതിയും ശക്തമായ രാജ്യങ്ങളിൽ സാമ്പത്തിക അസമത്വം തുടരുന്നതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയ സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻ, സെൻഡാരൻ നസമോഗ്ലു എന്നിവർക്ക് ലഭിച്ചു. അപ്പോൾ സാമ്പത്തിക നൊബേൽ പ്രൈസ് 3 പേർക്ക് കിട്ടി. സൈമൺ ജോൺസൺ, സൈമണ് കിട്ടി. പിന്നെ ജെയിംസ് റോബിന് കിട്ടി. സൈമണും റോബിനും കിട്ടി. പിന്നെ അസമുഗ്ലു എന്നിവർക്കും ലഭിച്ചു. സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻ, സെൻഡാരൻ അസമുഗ്ലു എന്നിവർക്ക് ലഭിച്ചു. സാമ്പത്തിക നൊബേൽ ലഭിച്ചത് സാമ്പത്തിക അസമത്വം സംബന്ധിച്ച പഠനത്തിനാണ്. 3 പേർക്കാണ് ലഭിച്ചത്. ആർക്കൊക്കെയാണ്? സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻ, സെൻഡാരൻ അസമുഗ്ലു. അപ്പോൾ നൊബേൽ പ്രൈസ് എല്ലാം ആയി കേട്ടോ. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നൊബേൽ പ്രൈസ് ഒന്നും കൂടെ നമുക്ക് നോക്കിയാലോ. ആദ്യം നമ്മൾ പഠിച്ചത് മെഡിസിൻ ആർക്കാണ് കിട്ടിയത്? വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയത് ആർക്കൊക്കെയാണ്? ആംബ്രോസ് ഗ്യാരി റൗക്കിൻ. ആർഎൻഎ ബന്ധപ്പെട്ട പഠനത്തിന്. ഇനി ഭൗതികശാസ്ത്രത്തിൻ്റെ നൊബേൽ കിട്ടിയത് ജെഫ്രി. അത് 2 പേർക്കാണ്. ജെഫ്രി ഹിൻഡനും ഹോഫീൽഡിനും മെഷീൻ ലേണിങ്ങിൻ്റെ അടിസ്ഥാനം ഒരുക്കിയ സംഭാവനകൾക്ക്. ഇനി രസതന്ത്രത്തിൻ്റെ നൊബേൽ 3 പേർക്കാണ് കിട്ടിയത്. ആർക്കൊക്കെയാണ്? ഡേവിസ് ബേക്കർ, ഡെമിസ് ഹാസബിസ്, ജോൺ ജമ്പർ. ബേക്കറും പിന്നെ ജമ്പർ, ബേക്കൊക്കെ ചെയ്യുന്ന ആൾ അതാണ് ബേക്കർ. ജമ്പ് ചെയ്യുന്ന ആൾ ജമ്പർ. പിന്നെ ഹസബിസ്. ആരാണ്? ഹസബിസ്. അപ്പോൾ ഇവർക്കാണ് രസതന്ത്രത്തിൻ്റെ നൊബേൽ കിട്ടിയത്. കമ്പ്യൂട്ടിംഗ്, നിർമ്മിത ബുദ്ധി, AI കമ്പ്യൂട്ടിംഗ് അത് സഹായത്തോടെ പ്രോട്ടീനുകളുടെ രഹസ്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്ന 3 ശാസ്ത്രജ്ഞർ. പിന്നെ ജോൺ ജമ്പർ വളരെയധികം പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. 39 വയസ്സേ ഉള്ളൂ. 700 വർഷത്തിനിടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഈ നൊബേൽ സമ്മാനം നേടുന്ന ആളാണ് ജോൺ ജമ്പർ. സാഹിത്യ പുരസ്കാരം ലഭിച്ച ഹാൻ കാങ്, ദക്ഷിണ കൊറിയൻ. ദ വെജിറ്റേറിയനാണ് അവരുടെ പ്രധാനപ്പെട്ട നോവൽ. പിന്നെ ഈ അംഗീകാരം നേടുന്ന 18ാമത്തെ വനിത. സമാധാനത്തിൻ്റെ നൊബേൽ കിട്ടിയത് ഒരു സംഘടനയ്ക്കാണ്. നിഹോൻ ഹിഡാൻക്യോ അല്ലെങ്കിൽ ഹിബാകുഷ. ഈ ഹിരോഷിമ നാഗസാക്കി അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ സംഘടനയാണ് നിഹോൻ ഹിഡാൻക്യോ. അണവായുധ വിമുക്ത ലോകത്തിനാളുടെ അവരുടെ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇതിൻ്റെ നിഹോൻ ഹിഡാൻക്യോ എന്ന് പറഞ്ഞ സംഘടനയുടെ സഹാധ്യക്ഷനാണ് തോഷിയുഗി മിമഗി. ഇനി സാമ്പത്തിക നൊബേൽ 3 പേർക്ക് കിട്ടി. ആർക്കൊക്കെയാണ്? ജോൺസൺ, റോബിൻ, പിന്നെ അസമുഗ്ലു എന്നിവർക്ക്. ലാവോസിൽ നടന്ന ആസിയാൻ ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും കൂടി കണ്ടു. ആസിയാൻ ഉച്ചകോടി നടന്ന എവിടെയാണ്? ലാവോസിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. കാനഡയിലെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും പങ്കെടുത്തു. ഇന്ത്യയും ലാവോസും സാംസ്കാരിക ഇടപെടലുകളിലൂടെ തങ്ങളുടെ ഉഭയകക്ഷി ബന്ധം ആഴത്തിലാക്കുന്നത് തുടരുന്നു. വാറ്റ് ഫൗ യുനെസ്കോ ലോക പൈതൃക സൈറ്റിൻ്റെ പുനരുദ്ധാരണത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുന്നു. ഇനി ലാവോസിൻ്റെ പ്രധാനമന്ത്രി സോണാക്ലായ് സിഫാൻഡോൺ, ലാവോസിൻ്റെ പ്രസിഡന്റ് തോങ്ക്ലൂൺ സിസോലിത്, തായ്ലൻഡ് പ്രധാനമന്ത്രി പെതോങ്താൻ ഷിനവദ്ര, ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗേര ഇഷിബ, ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ.
സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഫ്രോഡ് പ്രൊട്ടക്ഷൻ പൈലറ്റ് പദ്ധതി ആവിഷ്കരിച്ചത് ഗൂഗിൾ. ഫ്രോഡ് പ്രൊട്ടക്ഷൻ പൈലറ്റ് പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ്? ഗൂഗിൾ. എന്തിനാണ്? സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടിയിട്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥിതി ചെയ്യുന്ന ഹാൻലെ എന്ന് പറയുന്ന സ്ഥലത്ത്. എവിടെയാണ്? ലഡാക്ക്. ലഡാക്കിലെ ഹാൻലെയിലാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത്. 4300 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആണവോർജ്ജ വകുപ്പ് സെക്രട്ടറി അജിത് കുമാർ മൊഹന്തിയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആണവോർജ്ജ വകുപ്പ് സെക്രട്ടറി ആരാണ്? അജിത് കുമാർ മൊഹന്തി. അദ്ദേഹമാണ് ഈ വലിയ ദൂരദർശിനി ഉദ്ഘാടനം ചെയ്തത്. എവിടെയാണ്? ലഡാക്കിലെ ഹാൻലെ. 2024 ഒക്ടോബറിൽ മിൽട്ടൺ ചുഴലിക്കാറ്റ് വീശിയടിച്ചത് ഫ്ലോറിഡ, അമേരിക്ക. മിൽട്ടൺ എന്ന് പറഞ്ഞ ചുഴലിക്കാറ്റ് വീശിയടിച്ചത് ഫ്ലോറിഡ, അമേരിക്ക. പിന്നെ ഡേന നമ്മൾ പഠിച്ചല്ലോ. ഡേന ചുഴലിക്കാറ്റ് അതെവിടെയാ? അത് നമ്മുടെ ഒഡീഷ, പശ്ചിമ ബംഗാൾ ഈ തീരപ്രദേശങ്ങളിൽ വീശിയടിച്ച ഒരു ചുഴലിക്കാറ്റാണ്. പേര് കൊടുത്തത് ഒമാൻ. അപ്പോൾ ഇത് മിൽട്ടൺ ചുഴലിക്കാറ്റ്. എവിടെയാണ്? ഫ്ലോറിഡ, അമേരിക്കയിൽ. അമേരിക്കയെ കണ്ടെത്തിയ വിഖ്യാത ലോക പര്യവേഷകൻ ക്രിസ്റ്റഫർ കൊളംബസ് ഇറ്റലിയിലെ ജനോവ സ്വദേശി അല്ലെന്ന് കണ്ടെത്തൽ. ഇറ്റലിയിലെ ജനോവ സ്വദേശി അല്ല ഈ ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് കണ്ടെത്തൽ. സ്പെയിനിൽ നിന്ന് കണ്ടെത്തിയ അദ്ദേഹത്തിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ നടത്തി 20 വർഷം നീണ്ട DNA പരിശോധനയിലൂടെയാണ് ഈ കണ്ടെത്തൽ. പിന്നെ മിൽട്ടനേക്കാൾ 10 മടങ്ങ് ശക്തിയിൽ അമേരിക്കൻ തീരത്തെ സമീപിക്കുന്ന ചുഴലിക്കാറ്റാണ് ലെസ്ലി നദി. മിൽട്ടൺ എത്രയാണോ അതിനെക്കാട്ടിൽ അതിൻ്റെ ഇരട്ടി, അതിൻ്റെ ശക്തിയിൽ 10 മടങ്ങ് ശക്തിയിൽ അമേരിക്കൻ തീരത്തെ സമീപിക്കുന്ന മറ്റ് 2 ചുഴലിക്കാറ്റുകളാണ് ലെസ്ലി എന്നും നദി എന്നും പറയുന്നത്. ഇനി സ്റ്റാർഷിപ്പ് നിർമ്മിക്കപ്പെട്ടതിൽ ഏറ്റവും ഉയരമേറിയ റോക്കറ്റാണ് സ്റ്റാർഷിപ്പ്. 397 അടി, ഭാരം 5000 ടൺ. ബ്രിട്ടീഷ് നിർമ്മിത റോബോട്ടായ എയ്ഡ വരച്ച പെയിൻറ്റിംഗ് ലേലത്തിന്. ബ്രിട്ടീഷ് നിർമ്മിത റോബോട്ടാണ് എയ്ഡ. അവരൊരു പെയിൻറ്റിംഗ് വരച്ചു. അത് ലേലത്തിന് വെച്ചേക്കാണ് കേട്ടോ. ഇംഗ്ലീഷ് ഗണിതശാസ്ത്രജ്ഞൻ അലൻ ട്യൂറിങ്ങിൻ്റെ ഛായാചിത്രം അടുത്ത മാസം ലണ്ടനിൽ സതബീസ് ഓപ്ഷൻ റൈസറാണ് ലേലത്തിൽ വയ്ക്കുന്നത്. ആദ്യമായാണ് ഒരു റോബോട്ടിൻ്റെ കലാസൃഷ്ടി ലേലത്തിൽ വയ്ക്കുന്നത്. ഹ്യൂമനോയിഡ് റോബോട്ട് ആയ എയ്ഡ ലോകത്തിലെ ആദ്യത്തെ അൾട്രാ റിയലിസ്റ്റിക് റോബോട്ട് ആർട്ടിസ്റ്റാണ്. ലോകത്തിലെ ആദ്യത്തെ അൾട്രാ റിയലിസ്റ്റിക് റോബോട്ടിക് ആർട്ടിസ്റ്റ് ആരാണ്? എയ്ഡ. അവരാണ് ആദ്യമായിട്ടൊരു പിക്ചർ വരച്ചത്. ആ പിക്ചറിനെയാണ് ഇപ്പോൾ നമ്മൾ ലേലത്തിൽ വച്ചേക്കുന്നത്. അമേരിക്കൻ രാജ്യത്തിൻ്റെ ഒരു AI ആണ് എയ്ഡ എന്ന് പറയുന്നത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് ഇതിന് പിന്നിൽ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ. വൺ ഡയറക്ഷൻ ബാൻഡ് മുൻ അംഗം ലിയാം പെയിൻ ഹോട്ടലിൻ്റെ ബാൽക്കണിയിൽ നിന്ന് വീണു മരിച്ച നിലയിൽ. ഹമാസ് തലവൻ യഹ്യ സിൻവാറിനെ ഇസ്രായേൽ സൈന്യം വധിച്ചു. പാലസ്തീനിലെ ഗാസയിൽ ഭരണം നടത്തുന്ന ഒരു രാഷ്ട്രീയ സൈനിക കക്ഷിയാണ് ഹമാസ് എന്നറിയപ്പെടുന്ന ഹറകത്തുൽ മുഖാവമത്തുൽ ഇസ്ലാമിയ. UNDPയും ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സും സംയുക്തമായി പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ ദരിദ്രർ ജീവിക്കുന്ന 5 രാജ്യങ്ങളിൽ ഇന്ത്യയും. എന്താണ്? UNDP, UN സംഘടനയാണ് UNDPയും പിന്നെ ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ്. ഇവർ രണ്ടുപേരും സംയുക്തമായിട്ട് ഒരു റിപ്പോർട്ട് പുറത്തിറക്കി. ആ റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ ദരിദ്രർ ജീവിക്കുന്ന ആദ്യത്തെ 5 രാജ്യങ്ങളിൽ ഏതുണ്ട്? ഇന്ത്യയും ഉണ്ട്. പാകിസ്ഥാൻ, എത്യോപ്യ, നൈജീരിയ, കോങ്കോ എന്നിവയാണ് മറ്റ് 4 രാജ്യങ്ങൾ. അപ്പോൾ ഇന്ത്യ കൂടാതെ ബാക്കി 4 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ ഉണ്ട്, എത്യോപ്യ ഉണ്ട്, നൈജീരിയ ഉണ്ട്, കോങ്കോ ഉണ്ട്. ചന്ദ്രനിൽ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാനുള്ള മൂൺ ലൈറ്റ് ലൂണാർ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് നാവിഗേഷൻ സർവീസസ് പദ്ധതിക്ക് യൂറോപ്യൻ സ്പേസ് ഏജൻസി തുടക്കം കുറിച്ചു. അപ്പോൾ ചന്ദ്രനിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് തുടക്കം കുറിച്ചത്. തുടക്കം കുറിച്ച ആ പദ്ധതിയുടെ പേരെന്താണ്? മൂൺലൈറ്റ് ലൂണാർ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് നാവിഗേഷൻ സർവീസ്. പാബ്ലോ നെരുദ പ്രധാന കഥാപാത്രമായുള്ള പോസ്റ്റ്മാൻ ഇൽ പോസ്റ്റിനോ നോവലിലൂടെ ലോകപ്രശസ്തനായ ചിലി എഴുത്തുകാരൻ അന്തോണിയോ സ്കാർമെത്ത ഓർമ്മയായി. അപ്പോൾ പാബ്ലോ നെരുദ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പ്രധാന കഥാപാത്രമായിട്ടുള്ള ഒരു നോവലാണ് പോസ്റ്റ്മാൻ. അതിൻ്റെ യഥാർത്ഥ പേര് ഇൽ പോസ്റ്റിനോ എന്നാണ്. പോസ്റ്റ്മാൻ അഥവാ ഇൽ പോസ്റ്റിനോ. ആ നോവലിലൂടെ ലോകപ്രശസ്തനായ ചിലി എഴുത്തുകാരനാണ് അന്തോണിയോ സ്കാർമെത്ത. അദ്ദേഹം മരണപ്പെട്ടു. അന്തോണിയോ സ്കാർമെത്ത. നത്തിങ് ഹാപ്പൻ, ബേണിംഗ് പേഷ്യൻസ് എന്നിവയാണ് ശ്രദ്ധേയമായ മറ്റ് കൃതികൾ. ഈ അന്തോണിയോ സ്കാർമെത്തയുടെ ശ്രദ്ധേയമായ മറ്റ് 2 കൃതികളാണ് നത്തിങ് ഹാപ്പൻഡ്, പിന്നെ ബേണിംഗ് പേഷ്യൻസ് ആൻഡ് നത്തിങ് ഹാപ്പൻഡ്. പിന്നെ അതെ പാബ്ലോ നെരുദ കഥാപാത്രമായിട്ടുള്ള നോവലാണ് പോസ്റ്റ്മാൻ അല്ലെങ്കിൽ എൽ പോസ്റ്റിനോ. ഒരു ചിലി എഴുത്തുകാരനാണ് അദ്ദേഹം, അന്തോണിയോ സ്കാർമെത്ത.
തിന്മയുടെ മനഃശാസ്ത്രം പഠിക്കാനുള്ള 1971 ജയിൽ പരീക്ഷണങ്ങളിലൂടെ ശ്രദ്ധേയനായ വിവാദ മനഃശാസ്ത്ര വിദഗ്ധൻ ഫിലിപ്പ് ജി സിംബാർഡോ അന്തരിച്ചു. വിമോചന ദൈവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പെറുവിലെ തത്വചിന്തകൻ ഫാദർ ഗുസ്താവോ ഗുട്ടറസ് മെറിനോ അന്തരിച്ചു. അപ്പോൾ പെറുവിലെ ഒരു തത്വചിന്തകനാണ് ഫാദർ ഗുസ്താവോ ഗുട്ടറസ് മെറിനോ. ഒരു മനഃശാസ്ത്രജ്ഞനാണ് ഫിലിപ്പ് ജി സിംബാർഡോ. ഇനി ഈ ഫാദർ ഗുസ്താവോ ഗുട്ടറസ് മെറിനോ അല്ലേ വിമോചന ദൈവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പെറുവിലെ തത്വചിന്തകൻ ഫാദർ ഗുസ്താവോ ഗുട്ടറസ് മെറിനോ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് എ തിയോളജി ഓഫ് ലിബറേഷൻ, ഹിസ്റ്ററി, പൊളിറ്റിക്സ് ആൻഡ് സാൽവേഷൻ. എന്താണ്? എ തിയോളജി ഓഫ് ലിബറേഷൻ, ഹിസ്റ്ററി, പൊളിറ്റിക്സ് ആൻഡ് സാൽവേഷൻ. വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റായി ജനറൽ ലു ഓ കു ഓങ് തിരഞ്ഞെടുക്കപ്പെട്ടു. നല്ല പേര്, ലു ഓങ് കു ഓങ്. ലു ഓങ് കു ഓങ്, ലു ഓങ് കു ഓങ്. അതാണ് വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റ്. ആരാണ്? ലു ഓങ് കു ഓങ്. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ത്രിദിന സന്ദർശനത്തിനായി ഇന്ത്യയിലേക്ക്. ഒലാഫ് ഷോൾസ് ഇന്ത്യയിൽ ഒരു 3 ദിവസത്തെ സന്ദർശനത്തിന് വന്നു. ഈജിപ്തിനെ മലേറിയ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ലോകാരോഗ്യ സംഘടന ഈ 2024 മലേറിയ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് ഏതിനെയാണ്? ഏതാ? ഈജിപ്ത് അല്ലേ? 2024 ലോകാരോഗ്യ സംഘടന മലേറിയ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ഈജിപ്തിനെയാണ്. മറക്കരുത് കേട്ടോ, ഈജിപ്തിനെയാണ് മലേറിയ മുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചത്. ജർമ്മൻ ചാൻസലറിന്റെ പേരെന്താണ്? ഒലാഫ് ഷോൾസ്. അദ്ദേഹം 3 ദിവസത്തെ സന്ദർശനത്തിനായിട്ട് ഇന്ത്യയിലെത്തി. ബഹിരാകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ച ബോയിങ് കമ്പനി നിർമ്മിച്ച ഉപഗ്രഹം ഇൻസാറ്റ് 33E. ബോയിങ് എന്ന് പറയുന്ന കമ്പനി നിർമ്മിച്ച ബഹിരാകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ച ഒരു ഉപഗ്രഹമുണ്ട്. ഏതാ അത്? ഇൻസാറ്റ് 33E. ഇൻസാറ്റ് 33E എന്ന് പറയുന്ന ഉപഗ്രഹം. ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാ? റഷ്യയിലെ കസാൻ. റഷ്യയിലെ കസാൻ. 5 വർഷത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. COP20 29ാം പതിപ്പിന് വേദിയാകുന്നത് അസർബൈജാനിലെ ബാക്കു. COP29 നടക്കുന്നത് എവിടെയാണ്? അസർബൈജാനിലെ ബാക്കു. COP28 നടന്നത് UAE-യിലാണ്. പിന്നെ ഫസ്റ്റ് കോപ്പ് എന്ന് പറയുമ്പോൾ മറ്റേ കാലാവസ്ഥ ഉച്ചകോടി. അപ്പോൾ അത് ആദ്യ സമ്മേളനം നടന്ന 1995 ഇറ്റലിയിൽ വെച്ചിട്ടാണ്. ഇറ്റലിയിലെ മിലാനിൽ വെച്ചിട്ടാണ്. അപ്പോൾ 29 നടക്കുന്നത് അസർബൈജാനിലെ ബാക്കുവിൽ വെച്ചിട്ടാണ്. 28 നടന്നത് UAE-യിൽ വെച്ചിട്ടാണ്. ഒക്ടോബർ മാസത്തിൽ ഫിലിപ്പൈൻസിൽ ആഞ്ഞടിച്ച ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് ട്രാമി. എന്താണ്? ട്രാമി. മിലൻ എവിടെയാ? USA-ലല്ലേ? 8 മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം സ്പേസ് എക്സ് പേടകത്തിൽ ഭൂമിയിൽ തിരിച്ചെത്തിയ ക്രൂ 8 സഖ്യം. അലക്സാണ്ടർ ഗ്രിബൻകിൻ, മൈക്കിൾ ബാരറ്റ്, മാത്യു ഡൊമിനിക്, ജാനറ്റ് എബ്സ്. ഇന്ത്യൻ വംശജയായ സുന വില്യംസ് അടക്കം 4 പേർ കൂടി ബഹിരാകാശ നിലയത്തിലുണ്ട്. ഫെബ്രുവരിയോടെ അവരുടെ മടക്കം സാധ്യമാകും. പത്മശ്രീ ജേതാവും ഭൗതിക ശാസ്ത്രജ്ഞയും IISc മുൻ പ്രൊഫസറുമായ രോഹിണി ഗോഡ്ബോൾ അന്തരിച്ചു. ഭൗതിക ശാസ്ത്രജ്ഞ, പത്മശ്രീ ജേതാവായ IISc മുൻ പ്രൊഫസർ രോഹിണി ഗോഡ്ബോൾ അന്തരിച്ചു. സമാധാനത്തിനും സമുദായ ഐക്യത്തിനും ഫിജി സർക്കാർ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചത് ശ്രീ രവിശങ്കറിനാണ് കേട്ടോ. ഫിജി സർക്കാരിൻ്റെ ഒരു പരമോന്നത പുരസ്കാരം ലഭിച്ചത് ശ്രീ രവിശങ്കറിന്. ഫിജിയുടെ പ്രസിഡന്റ് റതു വില്യമേ മയവാലിലി കാറ്റോണി വരെ. അതാണ് ഫിജിയുടെ പ്രസിഡന്റിന്റെ പേര് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ സ്പോർട്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയാൻ അങ്ങനെ ഏതൊക്കെയാ? അപ്പോൾ ഏതാണ്? COP29 വേദിയാകുന്നത് അസർബൈജാനിലെ ബാക്കുവിൽ. ഒക്ടോബറിൽ ഫിലിപ്പൈൻസിൽ ആഞ്ഞടിച്ച ഉഷ്ണമേഖലാ കൊടുങ്കാറ്റാണ് ട്രാമി. ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് റഷ്യയിലെ കസാനിലാണ്. ബഹിരാകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ച ബോയിങ് കമ്പനി നിർമ്മിച്ച ഉപഗ്രഹം ഇൻസാറ്റ് 33E ആണ്. പിന്നെ ലോകാരോഗ്യ സംഘടന മലേറിയ മുക്ത രാജ്യമാക്കി പ്രഖ്യാപിച്ചതാണ് ഈജിപ്തിനെയാണ്. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ആണ്. വിയറ്റ്നാമിൻ്റെ പിന്നെ അങ്ങനെ കുറച്ച് അത്രയൊക്കെയാണ്. നമുക്കിനി സ്പോർട്സ് നോക്കാം. രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഫ്രഞ്ച് സ്ട്രൈക്കറാണ് അന്റോയിൻ ഗ്രീസ്മാൻ. അപ്പോൾ അന്റോയിൻ ഗ്രീസ്മാൻ ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണ്? ഫുട്ബോൾ. അന്റോയിൻ ഗ്രീസ്മാൻ. കഷ്ടിച്ച് 2.5 ദിവസം മാത്രം കളി നടന്നിട്ടും ടെസ്റ്റ് ജയിച്ച ഇന്ത്യ റൺ റേറ്റിൽ റെക്കോർഡ്. നാട്ടിൽ ഇന്ത്യയുടെ തുടർച്ചയായ 18ാം ടെസ്റ്റ് പരമ്പര വിജയം. 2020 വനിതാ ലോകകപ്പിന് UAE-യിൽ തുടക്കം. അപ്പോൾ 2020 വനിതാ ലോകകപ്പ് നടന്നത് UAE. ആദ്യം എവിടെയാണ് പ്രഖ്യാപിച്ചിരുന്നത്? ബംഗ്ലാദേശ് വെച്ച് നടത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപമൊക്കെ വളരെ രൂക്ഷമായതിനെ തുടർന്ന് മാറ്റി എവിടെ പോയി? UAE-യിൽ പോയി. ബംഗ്ലാദേശ്, സ്കോട്ട്ലൻഡ്, പാകിസ്ഥാൻ, ശ്രീലങ്ക മത്സരങ്ങൾ. ഇന്ത്യയുടെ ആദ്യ മത്സരം ന്യൂസിലൻഡിനെതിരെ.
2020 ഇന്ത്യ റണ്ണറപ്പായിരുന്നു. ബംഗ്ലാദേശിൽ നടക്കുന്ന ലോകകപ്പ് അടുത്തിടെ അഡ്ജസ്റ്റ് അനിശ്ചിതത്വം കാരണം അവസാന നിമിഷം UAE മാറ്റുകയായിരുന്നു. അപ്പോൾ 2020 വനിതാ ലോകകപ്പ് എവിടെയായിരുന്നു? UAE-യിലാണ്. 2020 വനിതാ ലോകകപ്പ് UAE-യിലാണ്. പിന്നെ ബോളർമാരുടെ ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം തിരിച്ചുപിടിച്ച് ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറ. ബോളർമാരുടെ ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം കിട്ടിയതാർക്കാണ്? ജസ്പ്രീത് ബുംറ. ടീം റാങ്കിങ്ങിൽ ഓസ്ട്രേലിയക്ക് പിന്നിൽ രണ്ടാമതായിട്ടാണ് ഇന്ത്യ. ടീം റാങ്കിങ്ങിൽ ഒന്നാമത്തെ സ്ഥാനം ഓസ്ട്രേലിയക്ക്, രണ്ടാം സ്ഥാനം ഇന്ത്യക്ക്. ബൗളിങ്ങിൽ ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ബൗളിങ്ങിൽ ഒന്നാം സ്ഥാനം കിട്ടിയേക്കുന്നത് ജസ്പ്രീത് ബുംറ. കേരള രഞ്ജി ട്രോഫി ടീമിൻ്റെ നായകൻ സച്ചിൻ ബേബി. ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിൻ്റെ പരിശീലകൻ PR ശ്രീജേഷ്. 2024 ഏഷ്യൻ ഗെയിംസിൽ പ്രദർശന ഇനമായി ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കായിക ഇനം ഏതാണ്? യോഗ. 2026 ഏഷ്യൻ ഗെയിംസിൽ പ്രദർശന ഇനമാണ് കേട്ടോ, മത്സര ഇനമല്ല. പ്രദർശന ഇനമായി ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കായിക ഇനമാണ് യോഗ, പ്രദർശന ഇനം. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ വനിതാ ജിംനാസ്റ്റിക് താരം ദീപ കർമാക്കർ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ വനിതാ ജിംനാസ്റ്റിക് താരമാണ് ദീപ കർമാക്കർ. അവർ വിരമിച്ചു. 2016 റിയോ ഒളിമ്പിക്സിൽ നേരിയ പോയിന്റിന്റെ വ്യത്യാസത്തിൽ മെഡൽ നഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. 2018 ജിംനാസ്റ്റിക് ലോകകപ്പിലും കഴിഞ്ഞ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും സ്വർണ്ണം നേടിയിട്ടുണ്ട്. ജിംനാസ്റ്റിക് ലോകകപ്പിലും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും സ്വർണ്ണം നേടി. വനിതാ ലോകകപ്പിൽ വിക്കറ്റ് നേടുന്ന ആദ്യ മലയാളി ആശ ശോഭന. 2024 2020 ലോകകപ്പിലെ ന്യൂസിലൻഡിനെതിരായ മത്സരത്തിൽ 2020 വനിതാ ലോകകപ്പ് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ വിക്കറ്റ് നേടുന്ന ആദ്യ മലയാളി എന്ന നേട്ടവും സ്വന്തമാക്കി. ആശാ ശോഭനയ്ക്കാണ് രാജ്യാന്തര ക്രിക്കറ്റിൽ വിക്കറ്റ് കിട്ടുന്ന ആദ്യ മലയാളി. വനിതാ ലോകകപ്പിലാണ് കേട്ടോ, വനിതാ ലോകകപ്പിൽ. 2024 അണ്ടർ-17 സാഫ് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് ഇന്ത്യ. 2024 അണ്ടർ-17 സാഫ് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് ഇന്ത്യ. 24 ഇറാനി ട്രോഫി ക്രിക്കറ്റ് കിരീടം മുംബൈക്കാണ്. ഇറാനി ട്രോഫി കിട്ടിയത് ആർക്കാണ്? മുംബൈക്ക്. 75 ഖോ ലോകകപ്പിന്റെ വേദി ഇന്ത്യ. ഖോ നടന്നത് എവിടെ വെച്ചിട്ടാണ്? ഇന്ത്യയിൽ വെച്ചിട്ടാണ്. ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇതിഹാസ സ്പാനിഷ് താരം റാഫേൽ നദാൽ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. വിടവാങ്ങൽ അടുത്ത മാസം നടക്കുന്ന ഡേവിസ് കപ്പ് ഫൈനൽസിലൂടെ. കരിയറിൽ 22 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ. പുരുഷ താരങ്ങളിൽ രണ്ടാമത്. 14 ഫ്രഞ്ച് ഓപ്പൺ കിരീടങ്ങളുമായി റെക്കോർഡ്. കരിയറിൽ 22 ഗ്രാൻഡ് സ്ലാം സിംഗിൾ കിരീടങ്ങൾ കിട്ടിയിട്ടുണ്ട്. പുരുഷ താരങ്ങളിൽ രണ്ടാമതാണ്. 14 ഫ്രഞ്ച് ഓപ്പൺ കിരീടങ്ങളുമായി റെക്കോർഡ്. രോഹിത് ശർമ്മയ്ക്ക് ശേഷം രാജ്യാന്തര 2020 ഒരു ഇന്ത്യൻ താരത്തിൻ്റെ വേഗമേറിയ സെഞ്ചുറി സഞ്ജുവിന് സ്വന്തം. സഞ്ജുവിന് 40 പന്തിൽ നിന്നാണ് സെഞ്ചുറി എടുത്തത്. അപ്പോൾ രോഹിത് ശർമ്മയ്ക്ക് ശേഷം രാജ്യാന്തര 2020 ഒരു ഇന്ത്യൻ താരത്തിൻ്റെ വേഗമേറിയ സെഞ്ചുറി സഞ്ജുവിന് സ്വന്തം. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോർ നേടിയ രാജ്യം ഇന്ത്യ. ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ രാജ്യം നേപ്പാൾ. രണ്ടാമത് ഉയർന്ന സ്കോർ നേടിയത് ഇന്ത്യക്കാണ് കേട്ടോ 2020. ഇറാനി കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ നേരത്തെ പറഞ്ഞതാണ്. ആരാണ് ഇറാനി കപ്പ് 2024? മുംബൈ. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആശാ ലതാ ദേവി. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആശാ ലതാ ദേവി. WR ചെസ് മാസ്റ്റേഴ്സ് കപ്പ് ഇന്ത്യയുടെ അർജുൻ എരിഗാസിക്ക്. WR ചെസ് മാസ്റ്റേഴ്സ് കപ്പ് ആർക്കാണ്? അർജുൻ എരിഗാസി. ടെസ്റ്റിൽ 9000 റൺസ് ക്ലബിൽ വിരാട് കോഹ്ലി. 9000 റൺസ് നേടുന്ന ആ ഒരു ക്ലബിൽ വിരാട് കോഹ്ലി വന്നു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് മുൻ താരം നീതു ഡേവിഡ് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിമിൽ. ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരി. മുൻ ക്യാപ്റ്റൻ ഡയാന എഡുൽജിയാണ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യക്കാരി. ഏകദിനത്തിൽ 100 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരി എന്ന റെക്കോർഡ് നീതുവിന്റെ പേരിലാണ്. ICC 2020 വനിതാ ലോകകപ്പ് ന്യൂസിലൻഡ് ചാമ്പ്യന്മാർ. അപ്പോൾ ICC വനിതാ 2020 ചാമ്പ്യന്മാരാരാ? ന്യൂസിലൻഡ്. എവിടെ വെച്ചാൽ നടന്നത്? UAE-യിൽ. എവിടെ വെച്ചാൽ നടത്തണമെന്ന് വിചാരിച്ചിരുന്നത്? ബംഗ്ലാദേശിൽ. ഫസ്റ്റ് ഈ 2020 മത്സരത്തിൽ ഫസ്റ്റ് മത്സരം ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലായിരുന്നു കേട്ടോ. എന്നിട്ട് ആരാ ചാമ്പ്യനായത്? ന്യൂസിലൻഡ്. ഫൈനലിൽ ആരൊക്കെ ഏറ്റുമുട്ടിയത്? ദക്ഷിണാഫ്രിക്കയും ന്യൂസിലൻഡും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ടൂർണമെന്റിലെ മികച്ച താരമായി ന്യൂസിലൻഡ് താരം അമേലിയ കെറാണ് ടൂർണമെന്റിലെ മികച്ച താരം, പ്ലെയർ ഓഫ് ദി മാച്ച് ഒക്കെ കിട്ടിയത്. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 300 വിക്കറ്റ് തികയ്ക്കുന്ന ബോളറായി ദക്ഷിണാഫ്രിക്കൻ പേസർ കഗീസോ റബാദ. 2026 ഗ്ലാസ്ഗോയിൽ നടക്കുന്ന പോരാട്ടത്തിൽ നിന്ന് ക്രിക്കറ്റ്, ഹോക്കി, ബാഡ്മിന്റൺ, ഗുസ്തി, ടേബിൾ ടെന്നീസ്, ഷൂട്ടിംഗ്, സ്ക്വാഷ്, നെറ്റ്ബോൾ, റോഡ് റേസിംഗ് പോരാട്ടങ്ങളെയാണ് ഒഴിവാക്കുന്നത്. 2024 ഗ്ലാസ്ഗോയിൽ വെച്ച് ഏതാ നടക്കുന്നത്?
കോമൺവെൽത്ത് ഗെയിംസ് ആണ് കേട്ടോ 2026 ഗ്ലാസ്ഗോയിൽ നടക്കുന്നത് കോമൺവെൽത്ത് ഗെയിംസ് ആണ്. അപ്പോൾ അതിൽ നിന്നാണ് ഈ ക്രിക്കറ്റ്, ഹോക്കി, ബാഡ്മിൻ്റൺ, ഗുസ്തി, ടേബിൾ ടെന്നീസ്, ഷൂട്ടിംഗ്, സ്ക്വാഷ്, നെറ്റ്ബോൾ, റോഡ് റേസിംഗ് ഇങ്ങനെയുള്ള പോരാട്ടങ്ങളെയൊക്കെ ഒഴിവാക്കിയിരിക്കുന്നത് അല്ലേ. മിക്കവാറുമുള്ള എല്ലാ പ്രധാനപ്പെട്ട പോരാട്ടങ്ങളെയും ഒഴിവാക്കിയേക്കാണ് ഈ ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ 2026. ക്രിക്കറ്റ്, ഹോക്കി, ബാഡ്മിൻ്റൺ, ടെന്നീസ്, ടേബിൾ ടെന്നീസാണ് കേട്ടോ, വെറും ടെന്നീസ് അല്ല, ടേബിൾ ടെന്നീസ്, പിന്നെ ഗുസ്തി, പിന്നെ ഷൂട്ടിംഗ് ഒഴിവാക്കി, സ്ക്വാഷ് ഒഴിവാക്കി, നെറ്റ്ബോൾ ഒഴിവാക്കി, റോഡ് റേസിംഗ്. അടുത്തത് 2024 വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി മുൻ ക്യാപ്റ്റൻ റാണി രാംപാൽ. റാണി രാംപാലാണ് 2024 വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി മുൻ ക്യാപ്റ്റൻ. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ വനിതാ ഹോക്കിയിൽ ഇന്ത്യയുടെ 4ാം സ്ഥാനം ലഭ്യതയിൽ നായകസ്ഥാനം വഹിച്ചത് റാണി രാംപാൽ. 4ാം സ്ഥാനമാണ് എടുത്തത് 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ. ആ സമയത്ത് നമ്മുടെ വനിതാ ഹോക്കിയുടെ ക്യാപ്റ്റൻ റാണി രാംപാലായിരുന്നു. ഇന്ത്യൻ ചെസ്സിൽ പുതുചരിത്രം. യെല്ലോ ലൈവ് റേറ്റിംഗിൽ 2800 പോയിന്റ് കടന്ന് 2ാമത്തെ ഇന്ത്യൻ താരം അർജുൻ എരിഗാസി. 2800 പോയിന്റ് കടന്ന 16ാമത്തെ താരമാണ് അർജുൻ. ഈ നേട്ടം ആദ്യം കൈവരിച്ചത് വിശ്വനാഥൻ ആനന്ദാണ്. അപ്പോൾ അർജുൻ എരിഗാസിയാണ് യെല്ലോ ലൈവ് റേറ്റിംഗിൽ 2800 പോയിന്റ് കടന്ന് 2ാമതെത്തി. 2020 ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടി റെക്കോർഡ് സ്വന്തമാക്കിയ ടീം സിംബാബ്വെ. 2020 ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടി റെക്കോർഡ് സ്വന്തമാക്കിയ ടീം സിംബാബ്വെ. തകർത്തത് നേപ്പാളിൻ്റെ ഇന്ത്യയുടെ റെക്കോർഡ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്കോർ നേടിയെന്ന് പറഞ്ഞ റെക്കോർഡ് നേപ്പാളിനായിരുന്നു, 2ാമത് ഇന്ത്യ ആയിരുന്നു. ഇപ്പോൾ അത് രണ്ടും തകർത്തു. ഏറ്റവും ഉയർന്ന സ്കോർ നേടി റെക്കോർഡ് സ്വന്തമാക്കിയത് സിംബാബ്വെ. അപ്പം നമ്മൾ ഒക്ടോബറിലെ ഫുൾ ചെയ്തിട്ടുണ്ട് കേട്ടോ.